ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷയുടെ തിരക്കിലാണ്, ക്രിസ്മസ് പരീക്ഷയുടെ തിരക്കിലാണ്. ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ സൈലത്തിലെ ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. എന്തായിട്ടാണ് വരുന്നത്? നിറയെ ചോദ്യങ്ങളും ആയിട്ടാണ് അല്ലേ? പരീക്ഷയ്ക്ക് വേണ്ട നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് അത് തന്നെയാണേ. അപ്പോൾ എല്ലാവരും ഇങ്ങ് പോന്നോളി, ഞങ്ങളുടെ അടുത്തേക്ക് പോന്നോളി. ഞാൻ കണ്ട സിനിമ 6ാം ക്ലാസ്സില് ഒരു പാഠമുണ്ടല്ലേ, സിനിമയെക്കുറിച്ച് പഠിക്കുന്ന മീനും ഞാനും എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയെ പറ്റി എഴുതാം. ആ സിനിമയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയെങ്കിൽ നല്ലത്, ഇല്ല എങ്കിൽ നിങ്ങൾ കണ്ടത് വെച്ചിട്ട്, നിങ്ങളുടെ ഓർമ്മ വെച്ചിട്ട്, അതിൻ്റെ സംവിധായകൻ്റെ പേരും അതിലെ അഭിനേതാക്കളുടെ പേരും ഒക്കെ വെച്ചിട്ടൊരു അടിപൊളി എന്തെഴുതാ, കുറിപ്പ് എഴുതുക. ഞാൻ കണ്ട സിനിമയെക്കുറിച്ച് ഞാൻ എഴുതുകയാണ്. അതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സൈലത്തിലെ എൻഡ് ഗെയിം ബാച്ച് ഉണ്ട് എന്ന് പറയാലോ അല്ലേ. വജ്ര ബാച്ചിലെ എൻഡ് ഗെയിം ബാച്ച് ക്ലാസ് 6 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ്. നിങ്ങൾ വിചാരിക്കും ഇതുവരെയുള്ള ക്ലാസ് ഒന്നും എനിക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് അല്ലേ. കുറേ കലോത്സവമായിട്ടൊക്കെ മിസ്സായിട്ടുണ്ടാവും. ആ ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന ഒരു ബാച്ചാണ് എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. ഇതൊരു റിവിഷൻ ബാച്ചാണ്. അപ്പോൾ ഇതുവരെ ഉള്ളതും പ്ലസ് ഇനി അങ്ങോട്ടുള്ളതും ആയിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ കിട്ടുന്നത് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു നമ്പർ കാണുന്നുണ്ട്, താഴെ കൂടെ ഒരു നമ്പർ സ്ക്രോളിൽ പോകുന്നുണ്ടല്ലോ. ആ നമ്പറിൽ ഒന്ന് വിളിക്കുക, ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാം. കാരണം എന്താ അറിയോ, മലയാളത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് വായിച്ചാലൊക്കെ മനസ്സിലാവും. പക്ഷെ മറ്റ് വിഷയങ്ങളുണ്ട്, മാത്സ് ആയാലും സയൻസ് ആയാലും സോഷ്യൽ ആയാലും ഒരുപാട് ക്ലാസ്സുകൾ കിട്ടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. മലയാളത്തിന് വേണ്ടാന്നല്ല, മലയാളത്തിന് നമുക്ക് ഇത്തരം ലൈവുകളിലൂടെയൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ മാത്സൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ എത്തുള്ളൂ. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ അടിപൊളി ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള ക്രിസ്മസ് പരീക്ഷ അടിപൊളി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കൊരു സിനിമയുണ്ട്. എനിക്ക് കണ്ടിട്ട് വളരെ എന്നും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു സിനിമയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. ഞാനിത് 12th പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോഴാണ് ഈ ഒരു സിനിമ കണ്ടത്. നിങ്ങളുടെ ഒരു പ്രായത്തിലൊന്നും എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. നല്ല സിനിമയാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായെന്ന് തോന്നുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കുട്ടികളുടെ സിനിമകളിലൊന്നായ ഇറാനിയൻ സംവിധായകൻ മജീദ് സംവിധാനം ചെയ്ത ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നും എൻ്റെ പ്രിയ സിനിമകളിൽ ഒന്നാണ്. ലോക ക്ലാസിക്കുകളിൽ സിനിമാ പ്രേമികളുടെ ഇഷ്ടചിത്രം കൂടെയാണ് 1997 പുറത്തിറക്കിയ ഈ ചിത്രം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കഥ പറയുന്ന, കുട്ടികളുടെ നിഷ്കളങ്കത എത്രത്തോളം എന്ന് കാട്ടിത്തരുന്ന, ഏതു പ്രതിസന്ധിയിലും പോരാടാൻ കുട്ടികൾ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രം. സഹോദരങ്ങളായ അലിയും സാറയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പൊ നമ്മൾ കഥയിലെ കഥാപാത്രങ്ങളെ പറ്റി പറയുന്നു. കഥയിൽ ആരൊക്കെയുണ്ട് കഥാപാത്രങ്ങളായിട്ട് എന്ന് നമ്മൾ പറയാണ്. ആരാണ് പ്രധാന കഥാപാത്രം? അലിയും സാറയും. നിങ്ങളിത് കാണണം കേട്ടോ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. ഇനി പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടികളായിരുന്നു അലിയും സാറയും. അതും കൂടി എഴുതണം. പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടികളായിരുന്നു അലിയും ആരാണ്? സാറയും. അലിയും സാറയും. ഒരിക്കൽ സാറയുടെ ചെരുപ്പ് നന്നാക്കി കൊണ്ടുവരുന്നതിനിടയിൽ അലിയുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെടുന്നു. സാറയുടെ ചെരുപ്പ് പോയി അത് നന്നാക്കി കൊണ്ടുവരുന്നതിനിടയിൽ അലിയുടെ കയ്യിൽ, സഹോദരന്റെ കയ്യിൽ നിന്നും ആ ചെരുപ്പ് നഷ്ടപ്പെടുന്നു. പിന്നീട് വീട്ടിലറിയിക്കാതെ എന്താ ചെയ്യുന്നത്? വീട്ടിലറിയിക്കാതെ തൻ്റെ കയ്യിലുള്ള ഒരു ജോഡി ഷൂസ് കൊണ്ട് 2 പേരും സ്കൂളിൽ പോകുന്നു. രാവിലത്തെ ക്ലാസ്സിൽ ആര് പോവും? സാറ പോവും. പിന്നെ അവൾ തിരിച്ചു വന്നിട്ടുള്ള ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ അലിയും ഹാജരാകുന്നു. അന്ന് ഷിഫ്റ്റ് ആയിട്ട് പോയാൽ മതി. അങ്ങനെ ഇരിക്കെ ഒരു ഓട്ട മത്സരം നടക്കുന്ന വിവരം ഇവർ അറിയുന്നു. അതിലെന്താ പ്രത്യേകത എന്നറിയോ? മത്സരത്തിൽ 3ാം സമ്മാനം കിട്ടിയാൽ ഒരു ജോഡി ഷൂസാണ്
അതിൻ്റെ സമ്മാനം. അതിനുവേണ്ടി അലി മത്സരിക്കുന്നു. പക്ഷെ അവന് ലഭിച്ചത് 1-ാം സ്ഥാനമായിരുന്നു. അത് അവനിൽ നിരാശയുളവാകുന്നു. 1-ാം സ്ഥാനം കിട്ടിയിട്ട് എന്തിനാ നിരാശ? 3-ാം സ്ഥാനമായിരുന്നു അലിക്ക് വേണ്ടത്. എങ്കിൽ മാത്രമാണ് അലിക്ക് എന്ത് കിട്ടുള്ളൂ? ആ ഷൂസ് സമ്മാനമായി കിട്ടുമായിരുന്നുള്ളൂ അല്ലേ? സാറയോടുള്ള സ്നേഹവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പിതാവിനോടുള്ള കരുതലും ഈ കുഞ്ഞിൽ നമുക്ക് കാണാം അല്ലേ? സാറയോട് സ്നേഹം, അവൾക്കൊരു ഷൂസ് കൊടുക്കണം എന്ന ആഗ്രഹം. പിന്നെ അച്ഛന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അച്ഛനെ അറിയിക്കാതെയാണ് അലി കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? സിനിമയുടെ അവസാനം കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങി വരുന്ന അച്ഛൻ്റെ സൈക്കിളിൽ ഒരു ജോഡി വെളുത്ത ഷൂസും ഒരു ജോഡി പിങ്ക് ഷൂസും നമുക്ക് കാണാം. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ചെരുപ്പ് വാങ്ങുകയാണ് അല്ലേ? അച്ഛനറിയാം കാര്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അലിയും സാറയുമായി എത്തിയ കുട്ടികളുടെ പ്രകടനം അതിഗംഭീരമായി നമുക്ക് അനുഭവപ്പെടും. സംവിധാന മികവ് എല്ലായിടത്തും തെളിഞ്ഞു കാണാം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ് എന്ന് എടുത്തു പറയാം. നിങ്ങൾ കണ്ട സിനിമയെ പറ്റി ഇതുപോലെ നിങ്ങൾ എഴുതാം. ഞാൻ കണ്ട ഒരു സിനിമയെ പറ്റിയാണ് ഞാൻ എഴുതിയത്. ഇതിൽ വളരെ ഹൃദയസ്പർശിയായ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ലൈവ് ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ പറയുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഒരു സാധ്യതാ ചോദ്യമാണ്, വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. വജ്ര ബാച്ചിലെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നാളെ നടക്കാനിരിക്കുന്ന മാരത്തോണിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക കേട്ടോ. ടീച്ചർ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പറഞ്ഞു തരാം. കാരണം ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വരാമെന്നൊക്കെ ലൈവ് ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ 14-ാം തീയതി കൃത്യം 7 മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. 15-ാം തീയതി പരീക്ഷയുടെ അന്ന് രാവിലെ 6 മണിക്ക് മോർണിംഗ് പോസ്റ്റർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ കാണാവേ.